ഗായ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇതാ ഈദിൻ്റെ വ്ളോഗാണിത്. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണേട്ടാ. ഈദിൻ്റെ സമയത്ത് 2 ദിവസം പുറത്തിറങ്ങി, ഒരു ദിവസം ഇങ്ങനെ നല്ലപോലെ എൻജോയ് ചെയ്ത് കുറേ ദിവസത്തിന് ശേഷം ലീവും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ റീലിട്ട സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എൻ്റെ സൽവാർ എവിടെ നിന്ന് മേടിച്ചു തന്നിട്ടാ. ഞാൻ നമ്മുടെ ബർവ വില്ലേജിൽ റീഗൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അത് ആദ്യം ടൈലർ ഷോപ്പായിരുന്നു. ഇപ്പോൾ അവർ ചുരിദാറും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ പറഞ്ഞിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റിലായിട്ട് ചുരിദാറായാലും ഷാളായാലും ജ്വല്ലറീസ് ആയാലും ഒക്കെ ഉള്ളത്. ഞാൻ വേറെ കടയിൽ നോക്കിയപ്പോൾ ഒക്കെ പാകിസ്ഥാൻ ടൈപ്പിനൊക്കെ 200 എബോവ് ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമില്ല, 100 ആ റേഞ്ചിലായിരുന്നു കോട്ടൻ്റെ ഒക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടമായി, ഞാൻ അവിടെ നിന്നായിട്ട് പർച്ചേസ് ചെയ്തത്. ഒരു വലിയ റിങ് കൊടുത്തു അവിടെ നിന്ന്. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ഫാമിലി ഫുഡ് സെൻറ്ററിലേക്ക് പോയിട്ട്, കാരണം നമുക്ക് പെരുന്നാളായിട്ട് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ മേടിക്കാണ്ടിരുന്ന സാധനങ്ങൾ. അപ്പോൾ അവിടെ പോയി നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചന്ദ്രക്കോലയും സ്റ്റാറൊക്കെ ആയിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വെച്ച് നോമ്പും പെരുന്നാളൊക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും ഗൾഫ് കൺട്രീസ് നല്ല രസമാണ്. ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഡെക്കറേഷൻസ് ചെയ്തിട്ട് എല്ലാ കടയിലും അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ പുഡിങ്ങൊന്നും വല്ലാണ്ട് ഉണ്ടാക്കുന്ന ആളല്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കസിൻ്റെ അവിടേന് പെരുന്നാൾ അവിടെ എല്ലാവരും കൂടി കൂടാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കൈവീശി പോണത് ശരിയല്ലല്ലോ, എന്തെങ്കിലും ഒരു ഡെസേർട്ട് ടൈപ്പ് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് പുഡിങ് കുറേ ഇങ്ങനെ തപ്പിയപ്പോൾ എനിക്ക് ഈ ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിങ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടിയും എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ വെച്ചു. അതിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൈന ഗ്രാസും സംഭവങ്ങളൊക്കെ മേടിക്കണമല്ലോ. ചൈന ഗ്രാസിന് ഇവിടെ വേറെന്തോ പേരാട്ടോ, ഗർഗറാ ബെർബർ എന്തോ ഒരു പേര്, അഗർഗർ. നമുക്കറിയണ്ടല്ലോ, നമ്മൾ ചൈന ഗ്രാസ് എന്നല്ല പറയും, ഇവിടെ വേറെ പേര് പറയണേ. അപ്പോൾ അതൊക്കെ മേടിച്ച് ബട്ടറും ഇതിന് വേണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ നല്ലപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. നല്ല മധുരം വേണം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു ഹാഫ് ബട്ടറൊക്കെ വേണം. ബട്ടർ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് കസ്റ്റാർഡ് ഒന്ന് പാലിൽ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മധുരം കുറവാ തോന്നുക വെച്ചെങ്കിൽ കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്തോണ്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ആരും മുറിക്കുക ആവശ്യമില്ല. ബ്രെഡ് നമ്മളൊരു 4-5 സ്ലൈസ്, എത്രയും നിങ്ങൾ ഉണ്ടാക്കണതിനനുസരിച്ചിട്ട്. ഞാൻ ഇവിടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഈ ബ്രെഡ് ഒന്ന് അതിൽ മെൽറ്റായിട്ട് നല്ലപോലെ മെൽറ്റാവില്ല, ഒന്നൊന്ന് മധുരമൊക്കെ പിടിച്ചൊന്ന് മെൽറ്റായി വരണം, അതുവരെ ഇതാക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചൈന ഗ്രാസ് നമ്മൾ ആദ്യമേ ഒന്ന് കുതിർക്കാൻ വെക്കുമല്ലോ, കുതിർത്ത് കഴിഞ്ഞിട്ട് അതും വെള്ളം കൊടുക്കണേ, അത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ അത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ജസ്റ്റ് പുഡിംഗ് ട്രേയിൽ ഇതാക്കട്ടെ. അത്രേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് കേട്ടോ. ഞാൻ ആദ്യം ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ച് കുഴപ്പമില്ല, ഇത് ഉണ്ടാക്കാൻ വിചാരിച്ച് ഉണ്ടാക്കിയവരുണ്ടാവും, ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാട്ടോ. പെരുന്നാളിന്റെ തലേദിവസം, അതായത് 19-ാം തീയതി ഞങ്ങള് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ് കസിൻ്റെ വീട്ടില്. നമ്മളെ വീടല്ല ഇതല്ല വീട്, നമ്മളെ വീട്. വേനടക്ക് എങ്ങോട്ട് പോണേ? എന്തിന്? ഓടില്ല. നമ്മളങ്ങനെ കസിൻ്റെ അവിടെ നടന്നു പോകുന്ന സമയത്ത് ഏതൊരു അറബി വീടിന് മുമ്പിലിട്ട് ഈ ചായയും അതുപോലെ ഈത്തപ്പഴം കേക്കൊക്കെ വെച്ച് നല്ല രസമുണ്ടല്ലേ. ഇത് ഞാൻ ദുബായിൽ കുറേ റീൽസിൽ കണ്ടിരുന്നിട്ട് ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് അയാൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിട്ട് പോയിട്ടാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ അവിടെ പെരുന്നാളെന്ന് പറഞ്ഞില്ല, അപ്പോൾ അവൾ മൈലാഞ്ചി നല്ലപോലെ ഇടും. ഞാൻ വിചാരിച്ചാൽ അവിടെ പോയിട്ട് ഇടാലോ വിചാരിച്ച്. എനിക്കാണെങ്കിൽ പണ്ടൊക്കെ കൈ മൈലാഞ്ചിയുടെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നില്ല നമുക്ക്. ഫുള്ള് ഞാൻ പെരുന്നാളായി കഴിഞ്ഞാൽ കൈ രണ്ടിലും നിറച്ചിങ്ങനെ ഇടും കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചാൽ അത്രയ്ക്ക് വേണ്ട, കുറച്ച് സിമ്പിളായിട്ട് ഇപ്രാവശ്യം മതി എന്നുള്ളതിലായിരുന്നു. ചുരിദാർ ഫുൾ കൈയാണ്, അപ്പോൾ അതിൽ കാണുന്ന രീതിയിൽ ഒന്ന് ബാക്കിൽ അവൾ പറഞ്ഞു ഹൈലൈറ്റ് ആയ രീതിയിൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഇടുക കേട്ടോ. ഇപ്രാവശ്യം നാട്ടിലത്തെ പെരുന്നാളിൻ്റെ അത്ര ഇവിടെ വൈബല്ല അല്ലേ. ഇവിടെ കസിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഒറ്റക്കാണെങ്കിൽ നല്ല പോലെ ഭ്രാന്താവും. നാട്ടിലാണെങ്കിൽ നമ്മൾ
എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കൂടുക, പിന്നെ പെരുന്നാളിൻ്റെ അമ്മായിമാരോടൊക്കെ പോവുക, അങ്ങോട്ട് പോവുക. പള്ളിയിലായാലും പ്രത്യേക രസമാണ്. പള്ളിയിൽ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കാണും, മുമ്പത്തെ ഫ്രണ്ട്സിനെ കാണും, അവിടെ പോവുക. ഇവിടെ എനിക്ക് പൊതുവേ പെരുന്നാൾ എനിക്ക് ഒരു വട്ടം ഞാൻ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ വട്ടം കേട്ടോ. എനിക്ക് വലിയ ഇവിടുത്തെ വൈബും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമല്ല. ഇപ്രാവശ്യമാണെങ്കിൽ പറയാൻ വേണ്ട, ഇവിടെ യുദ്ധവും കാര്യങ്ങളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല. നമ്മൾ കസിനുള്ളതുകൊണ്ട് ഷാമിയക്കടെ ഫ്രണ്ട്സും നമ്മൾ കസിനും നമ്മളെല്ലാവരും കൂടിയിട്ട് അവളെ വീട്ടിൽ കൂടാ വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ആൾക്കാരാകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. മറ്റേ നമ്മൾ ഒറ്റക്കാണെങ്കിൽ അയ്യോ കലയൊക്കെ വളിപ്പായിരുന്നു. അപ്പം അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞിട്ടോ. നമ്മൾ വേഗം മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കോർണിഷ് പോവുക ജസ്റ്റ് എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് ലേറ്റ് ആയപ്പോൾ പിന്നെ ഇവിടെ ആണെങ്കിൽ ഈദ്ഗാഹ് 5:45 ആ സമയത്താണ്. നമ്മൾ നാട്ടിലത്തെ പോലെ 7 മണി 7:30 അപ്പോൾ നമുക്ക് വേഗം കിടന്നിട്ട് എണീക്കാഴ്ച. കുറേ ദിവസമായിട്ടാണെങ്കിൽ ഉറക്കം പെൻഡിങ്ങാണ്, ഭയങ്കര ക്ഷീണം. അത്താഴത്തിന് എണീക്കുക, ജോലിക്ക് പോകുക, അങ്ങനെ ആയിട്ട് ഭയങ്കര ഇതായിട്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ടാട്ടെ ചൂടാറാൻ വെച്ചിരുന്നു. വന്നിട്ട് ഞാൻ പുഡിംഗ് ട്രേക്ക് അങ്ങനെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒരു 4 hours ഒക്കെ വെച്ചാൽ തന്നെ സെറ്റായി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നൈറ്റ് വെച്ച് നമുക്ക് അത്യാവശ്യം എത്ര കൂടുതൽ വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഫ്രീസറിലല്ലാട്ട് വെച്ചത്, പ്രോപ്പർ ഫ്രിഡ്ജിലാണ് വെച്ചത്. നമ്മൾ ഫ്രീസറിൽ ചിലർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐസ് കൂടി കഴിഞ്ഞാൽ വെള്ളം പോലെ ആവും. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷനിൽ നെറ്റ്സും ഈ ബദാമും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഈദ് മുബാറക്. ഇപ്പോൾ അതാ രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കേട്ടോ ഒരു 4:30 ഒക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റേക്കാണ്. ഇവിടെ പെരുന്നാൾ നിസ്കാരം ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ, നേരത്തെയാണ്. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വേഗം പോകണം. അപ്പോൾ ഞാൻ എണീച്ചിട്ട് കുളിക്കാനൊക്കെ പോയിട്ടാണ്. കുളിച്ച് റെഡി ആയിട്ടൊക്കെ കാണാം. ഞാൻ ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി പള്ളിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ എന്താ ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട്, ഉമ്മ പൊതുവേ നാട്ടിൽ അങ്ങനെ ഈദ്ഗാഹിന് പോകാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഉമ്മക്ക് ഈദ്ഗാഹിന് പോളത് പറയുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ പഠിച്ചോനെ ഭയങ്കര തിരക്ക്, നല്ല ക്രൗഡ് ഉണ്ടായിരുന്ന ആൾക്കാർ, പുറത്ത് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ മാത്രമായിട്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കയറി പിന്നെ നമുക്ക് നിസ്കരിക്കാൻ ടൈമിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കെന്താ വെച്ചാൽ നാട്ടിൽ നല്ലപോലെ പള്ളി ഈദ്ഗാഹും മിസ് ചെയ്യേണ്ടത്. ഞാൻ പഠിച്ച സ്കൂളിലാണ് പോവുക നാട്ടിൽ. അപ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ മുമ്പത്തെ ഫ്രണ്ട്സിനെ കാണും, അവരൊക്കെ കുറേ കാലത്തിന് ശേഷം കാണും, സംസാരിക്കും, നമ്മൾ കെട്ടിപ്പിടിക്കും, അങ്ങനത്തെ ഒരു ഇവിടെ നമ്മൾ അറിയണ ഒരു മനുഷ്യന്മാരില്ലല്ലോ. അറബികൾ നമ്മൾ അറിയണവരുണ്ടോ? ആരുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കസിൻ്റെ മൈലാഞ്ചിൻ്റെ കളർ നോക്ക്, അവളെ നല്ലപോലെ ചുവത്ത് കറുത്തൊക്കെ ഇട്ട്. എൻ്റെ പൊതുവേ ഇങ്ങനെ ചുവപ്പ് കുറവാണ്. പിന്നെ മാത്രമല്ല നമ്മൾ തലേസിലിട്ട് ഒരു ദിവസം മുമ്പും കൂടി ഇടണം, അപ്പോഴാണ് കറക്റ്റ് ചോന്ന് സെറ്റായിട്ട് വരിക. പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഏകദേശം ഇവിടെ 6 മണിയാകുമ്പോഴത്തേന് ലേറ്റ് വരുമല്ലോ. എല്ലാവരും ഇതായിട്ട് ആരും അങ്ങനെ നിൽക്കേണ്ടിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് കയറി പോവായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ പള്ളി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് പോലും പുറത്ത് നിൽക്കരുതെന്നുണ്ടായിരുന്നു. ഇതായിട്ട് എൻ്റെ കോസ്റ്റ്യൂം ഒരു പാകിസ്ഥാനി ടൈപ്പ് ചുരിദാർ. ഇതിപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരേ. പിന്നെ നമ്മൾ നേരെ ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഒരു ചായയും പൊറാട്ട റോളൊക്കെ മേടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ട്, നമുക്ക് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് വിശക്കുക രാവിലെ. ഇത്ര നേരത്തെ എണിച്ച് പോയതുകൊണ്ട് വിശക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചായയും പൊറാട്ട റോളൊക്കെ തിന്ന് പിന്നെ കേട്ട് നല്ലപോലെ ഒന്ന് 2 മണിക്കൂർ ഉറങ്ങി അങ്ങോട്ട് എണീച്ചിട്ട് ഉമ്മ ബട്ടൂറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയില്ലെങ്കിൽ കിളി പറയുന്നതൊക്കെ കുറച്ച് നമുക്ക് ഇതാവുകയെ. അപ്പോൾ 2 മണിക്കൂർ സുഖമായി ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഇപ്പോൾ ഇതാ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് പോയിക്കൊണ്ടിരിക്കണം. എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട്? ചുരിദാർ എവിടുന്ന് ഞാൻ ഫുൾ ഉമ്മയുടെ ഐബു ഷാമിയൊക്കെ ഐബു സെയിമാ.
അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പുഡിങ്ങൊക്കെ ആയിട്ട് കസിൻ്റെ അവിടേക്ക് പോയിട്ട് പുഡിങ് നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളെല്ലാവരും കൂടിയിട്ട് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗൾഫിലാകുമ്പോൾ അത്ര ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, സൗകര്യം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത്, പിന്നെ ചിക്കൻ ഫ്രൈയും പായസം അവൾ ഉണ്ടാക്കി, പുഡിങ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ആക്കുക ചെയ്തിട്ടാണ്. അപ്പോൾ അതാ കസിൻ അവിടെ ബിരിയാണി കൊടുന്നതൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു. കാരണം ഷാമിക്ക ഫ്രണ്ട്സ് ഇവർ രണ്ടാളും കസിനും ഷാമിക്കും ഒരു ബാച്ചിലർ റൂമിലായിരുന്നു. അപ്പോൾ അവരെ ഫ്രണ്ട്സിന് എല്ലാവരും ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇതാക്കുക ചെയ്തത്. ആ ഫുഡ് തരുന്നിട്ടാ നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ക്യാരറ്റ് സേമിയ പായസം, അതുപോലെ പുഡിങ്. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഫുഡ്. പിന്നെ ഫുഡ് കേക്കിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങനെ ഗംഭീര തിരക്കില്ല. പിന്നെ പെരുന്നാളായാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഫോട്ടോഷൂട്ട് അതാണല്ലോ മെയിൻ പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് എവിടെയൊക്കെയും ഇറങ്ങാൻ വിചാരിച്ചു. കാരണം പെരുന്നാളിന് നല്ല റെസ്ട്രിക്ഷൻ ഉണ്ട്, അധികം എവിടേക്കും പോകാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയത് എവിടേക്കാന്ന് പറയും, നമ്മൾ ഓക്സിജൻ പാർക്കില്ലേ അവിടേക്ക് ദൂരെ ലുസൈലും കാര്യങ്ങളൊക്കെ പോകാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ അതുവരെ പോയിട്ട് എങ്ങാനും ചെക്കിങ്ങും കാര്യങ്ങളുണ്ടായി പിന്നെ ഇത്രയും ദൂരം പോയിട്ട് നമ്മൾ വെറുതെ തിരിച്ചു വരേണ്ടി വരും. നമ്മൾ ഓക്സിജൻ പാർക്കാകുമ്പോൾ നമുക്ക് അടുത്താണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു കാറിൽ പോയി, നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ എല്ലാവരും കൂടി ഒരു കാറിൽ പോയി ചെയ്യുക. അങ്ങനെ രസമാണല്ലോ, എല്ലാവരും കൂടി സംസാരിച്ച് നല്ല വൈബൊക്കെ ആക്കിയിട്ട് അങ്ങനെ പോകാമല്ലോ. നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട്? ഗൾഫിലുള്ളവർ എവിടേക്കെങ്കിലും പോയിരുന്നോ അതോ വീട്ടിൽ തന്നെ ഇരുന്നോ? പിന്നെ ഏറ്റവും വലുത് വിചാരിച്ചാൽ നമുക്ക് ഈ 3 ദിവസം പെരുന്നാളിൻ്റെ അന്നും അതിന് പിറ്റേ ദിവസം ഒന്നും ഇവിടെ മിസൈൽ പൊട്ടോ അലാറം വരലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സമാധാനമായിട്ട് പെരുന്നാൾ കൂടാൻ പറ്റിയിട്ടാ. കുറേ കാലത്തിന് ശേഷം ഒരു സമാധാനത്തിൽ സൗണ്ടൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളും ഇല്ലാണ്ടില്ല. എന്താ പറ്റുകയാണോ എന്തായാലും ഇതുപോലെ വേഗം വാറും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. ഇതുപോലെ സൗണ്ടും കാര്യങ്ങളും നല്ല പീസ്ഫുൾ ആയിരുന്നു ഖത്തർ എല്ലായിടത്തും, അധികം ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പം നമ്മളങ്ങനെ ഓക്സിജൻ പാർക്കിൽ പോയിട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. 2 അറബികൾ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആയ് അറബികൾ, ആയ് അറബികൾ. ഓക്സിജൻ പാർക്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റീലൊക്കെ ഷൂട്ട് ചെയ്ത്. എൻ്റെ റീല് കാണാത്തവരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ. കുറേ ആൾക്കാർ നല്ല കമൻസും റെസ്പോൺസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, താങ്ക് യു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒരു പീസ്ഫുള്ളായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിൽ പോയിട്ടിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഖത്തറിൽ പെരുന്നാളിൻ്റെ അന്ന് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടും സമാധാനമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടുത്തെ പെരുന്നാൾ നാട്ടിലത്തെ പെരുന്നാളിൻ്റെ അത്ര അങ്ങോട്ട് ഒരു ഇത് തോന്നുന്നില്ല. കാരണം നാട്ടിലാകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളവിടെ അമ്മായിമാർക്കും കാര്യങ്ങളൊക്കെ പോകും. ഇവിടെ അങ്ങനെ നമ്മൾ ഫാമിലി വർക്ക് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഓക്സിജൻ പാർക്കിലൊക്കെ പോയി വെറുതെ കറങ്ങി ഇങ്ങോട്ട് വന്ന് തീരെ തിരക്കില്ലായിട്ട് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടേ ഇനിതാ നല്ലപോലെ ഒന്ന് കുളിച്ച് രാവിലെ നേരത്തെ കുളിച്ചാൽ ഭയങ്കരമായിട്ട് ടയേർഡ് ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുക. അങ്ങനെ 1-ാം പെരുന്നാളൊക്കെ കഴിഞ്ഞ്. അപ്പം നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ ഫോട്ടോസൊക്കെ എടുത്തതിൽ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. മൈലാഞ്ചി കുറച്ചൊക്കെ ചോദിച്ചു തോന്നുന്നു, മിഞ്ഞാന്നിടണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്തൊക്കെ ചോക്കുക, ഇന്നലെ ഇട്ടോടെ ഇപ്പം ഈ വൈകുന്നേരം ആകുമ്പോൾ ചോദിച്ചു. അങ്ങനെ നൈറ്റ് ഇതാ ഉച്ചക്കത്തെ പായസം ഞാൻ കുടിച്ചിട്ടുണ്ട്, അതൊക്കെ കുടിച്ച്. പിന്നെ ഇപ്രാവശ്യം ഉമ്മ അവിടെ ഉണ്ടെന്നൊരു സമാധാനം ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ അധികം കുറച്ചും കൂടി മിസ്സിങ് കുറവായിരുന്നു. ഉമ്മ ഉള്ളതുകൊണ്ട് നമ്മൾ ഫാമിലി ഫീൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കസിൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആയിട്ട് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഈദ് കഴിഞ്ഞ് നിങ്ങളെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ പറയട്ടെ. നമുക്ക് ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണേണ്ട ഈദിൻ്റെ.